ക്രിസ്തുമസ് ഈശോ ജനിച്ചതിനെ ആഘോഷിക്കുന്നു. ഈസ്റ്റർ ഈശോ ഉയർത്തതിനെ ആഘോഷിക്കുന്നു. സ്വർഗാരോഹണം ഈശോ സ്വന്തം പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോയതിനെ ആഘോഷിക്കുന്നു. എന്നാൽ തിരുഹൃദയത്തിരുന്നാൾ വ്യത്യസ്തമായൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. യേശു എന്തുകൊണ്ട് ജനിച്ചു? എന്തുകൊണ്ട് പീഡകൾ സഹിച്ചു? എന്തുകൊണ്ട് മരിച്ചു? എന്തുകൊണ്ടിന്നും ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ ഇടയിൽ വസിക്കുന്നു? ഉത്തരം ഒന്നേയുള്ളൂ: അവിടുന്ന് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. മനുഷ്യഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ചോദ്യമാണ്: ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു? അതറിയണമെങ്കിൽ കുരിശിലേക്ക് നോക്കുക, യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുക. ഒരു നദിക്ക് മുകളിലുള്ള റെയിൽവേ ഡ്രോൺ വെച്ച് നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം തൻ്റെ മകനെയും കൂട്ടി ജോലി സ്ഥലത്തേക്ക് എത്തി. അദ്ദേഹം ജോലി ചെയ്യുമ്പോഴെല്ലാം ഈ മകൻ കളിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അതുവഴി കടന്നു പോകാനിരുന്ന ഒരു ട്രെയിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നത്. വളരെ വേഗത്തിൽ 100ഓളം യാത്രക്കാരുമായി ആ ട്രെയിൻ പാഞ്ഞടുത്തെത്തി. അതിനാൽ അദ്ദേഹം പാലം താഴ്ത്തുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം അതിഭയാനകമായ ആ കാഴ്ച കാണുന്നത്. തൻ്റെ മകൻ യന്ത്രങ്ങൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ദാരുണമായ തിരഞ്ഞെടുപ്പ് മാത്രം. മകനെ രക്ഷിക്കുവാൻ ഓടിപ്പോയാൽ 100 കണക്കിന് യാത്രക്കാരുമായി വരുന്ന ട്രെയിൻ നദിയിലേക്ക് പതിച്ച് 100ഓളം പേർ മരിക്കും. മറിച്ചായാൽ 100 കണക്കിന് ആളുകൾ രക്ഷപ്പെടും. പക്ഷേ തൻ്റെ മകനെ ബലി കൊടുക്കേണ്ടി വരും. ഹൃദയം തകർന്ന അവസ്ഥയിൽ അദ്ദേഹം ലിവർ വലിച്ചു. പാലം താഴ്ന്നു. ട്രെയിൻ യാത്രക്കാരുമായി കടന്നുപോയി. അപ്പോൾ ഈ മനുഷ്യൻ ട്രെയിനിലെ യാത്രക്കാരെ ശ്രദ്ധിക്കുകയായിരുന്നു. ചിലർ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നു, ചിലർ കാപ്പി കുടിക്കുന്നു, ചിലർ പത്രം വായിക്കുന്നു. തങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ ഒരച്ഛൻ തൻ്റെ മകനെ ബലി കൊടുത്ത സംഭവം അറിയാതെ അവരെല്ലാവരും മറ്റു കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. അപ്പോൾ എഴുത്തുകാരനായ ടോണി കമ്പോല ചോദിക്കുന്നു: ഒരപ്പൻ തൻ്റെ മകനെ ബലി കൊടുത്തത് അറിയാതെ, നന്ദിയുള്ളവരാകാതെ ഇവർക്ക് എപ്രകാരം ജീവിക്കുവാൻ കഴിയും? അതിനുശേഷം അദ്ദേഹം ഈ കഥയെ ദൈവസ്നേഹവുമായി ബന്ധിപ്പിക്കുന്നു. അദ്ദേഹം പറയും: നമ്മുടെ കർത്താവായ ദൈവം തൻ്റെ സ്വപുത്രനെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചെങ്കിലും പലരും അവൻ ചെയ്തതെന്തെന്നറിയാതെ നന്ദിയില്ലാണ്ട് ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഹാർട്ട്, ഹ്യൂമൻ ഹാർട്ട്, സേക്രഡ് ഹാർട്ട്, മൈ ഹാർട്ട്. ഹൃദയം, മനുഷ്യഹൃദയം, തിരുഹൃദയം, എൻ്റെ ഹൃദയം. ഇവ തമ്മിലുള്ള സാമ്യമെന്ത്, വ്യത്യാസമുണ്ട്? ഹാർട്ട്, ഹൃദയം എന്ന വാക്ക് നിരവധിയായ പദങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. കറേജ്, ധൈര്യം. ഈ വാക്കിൻ്റെ ഉത്ഭവം ഹൃദയം എന്നർത്ഥം വരുന്ന ലത്തീൻ ഭാഷയിലെ കോർ എന്ന പദത്തിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ എൻ കറേജ് എന്നാൽ മറ്റൊരുവനിൽ എൻ്റെ ഹൃദയം നിക്ഷേപിക്കുക. ഡിസ്കറേജ് എന്നാൽ നൽകപ്പെട്ട ഹൃദയം തിരികെ എടുക്കുക. കോൺകോഡ് എന്നാൽ ഹൃദയങ്ങളെ ഒരുമിച്ച് ചേർക്കുക. ഡിസ്കോഡ് എന്നാൽ യോജിച്ചിരിക്കുന്ന 2 ഹൃദയങ്ങളെ വിയോജിക്കുക. ലാറ്റിൻ ഭാഷയിലെ മിസറിക്കോർദിയെ എന്ന പദത്തിനർത്ഥം വേദനിക്കുന്നവർക്ക് വേണ്ടി സ്പന്ദിക്കുന്ന ഹൃദയം എന്നുള്ളതാണ്. അതിനാൽ ഹൃദയം എന്നത് വെറും അവയവമല്ല, സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദയയുടെയും വിട്ടുകൊടുക്കലിൻ്റെയും ധൈര്യത്തിൻ്റെയും കേന്ദ്രമാണ്. ഹൃദയം ഒരു ആത്മീയ പ്രതീകം മാത്രമല്ല, അത് മനുഷ്യ ശരീരത്തിലെ അത്ഭുതമായ സൃഷ്ടികളിലൊന്നാണ്. സയന്റിസ്റ്റുമാർ ഹൃദയത്തിൻ്റെ 3 പ്രധാനപ്പെട്ട സവിശേഷതകളെ കുറിച്ച് പറയാറുണ്ട്. ഒന്നാമതായി പറയുക, സാധാരണ ഒരു മനുഷ്യൻ്റെ ഹൃദയം ഒരു ദിവസം ഏതാണ്ട് 1,00,000 തവണ ഹൃദയം ഇടിക്കുമെന്നാണ് പറയുക. രണ്ടാമതായിട്ട് പറയുക, നൽകിക്കൊണ്ടാണ് ഹൃദയം ജീവിക്കുക. ഒരു ദിവസം ഏതാണ്ട് 7,500ഓളം ലിറ്റർ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാവങ്ങളിൽ ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുക, ഒരു ഗർഭസ്ഥ ശിശു ആദ്യം ശ്രവിക്കുക ഒരമ്മയുടെ ഹൃദയമിടിപ്പാണ്. ജനിച്ചു കഴിഞ്ഞ് 22-ാം ദിവസം മുതൽ ഒരമ്മയുടെ ഹൃദയമിടിപ്പ് ഒരു കുഞ്ഞിന് കേൾക്കാനാകും. ദൈവസ്നേഹവും ഇപ്രകാരം തന്നെയാണ്. നാം ഉറങ്ങുമ്പോഴും നാം വിശ്രമിക്കുമ്പോഴും നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. രക്തം പമ്പ് ചെയ്യുന്നത് പോലെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വർഷിക്കുന്നു. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായി തുടങ്ങുന്ന സമയം ഹൃദയമിടിപ്പ് ശ്രവിക്കും പോലെ നാം അറിയുന്നതിന് മുൻപ് ദൈവം നമ്മെ സ്നേഹിച്ചു തുടങ്ങുന്നു. ബിഫോർ വി കുഡ് തിങ്ക് ഓഫ് ഗോഡ്,
God was already loving us. നാം ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും മുമ്പ് ദൈവം നമ്മെ അറിയുന്നു, സ്നേഹിക്കുന്നു. വിശുദ്ധ ബൈബിൾ ഇതിലും ആഴത്തിൽ ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഹെബ്രായ ഭാഷയിൽ ലവ് എന്ന വാക്കുകൊണ്ടും ഗ്രീക്ക് ഭാഷയിൽ കാർഡിയ എന്ന വാക്കുകൊണ്ടുമാണ് ഹൃദയത്തെ പരിചയപ്പെടുത്തുക, സൂചിപ്പിക്കുക. ബൈബിൾ ചിന്തയനുസരിച്ച് നമ്മുടെ ചിന്തകൾ ജനിക്കുന്നതും നാം തീരുമാനങ്ങൾ എടുക്കുന്നതും നാം സ്നേഹിക്കുന്നതും അവിടെയാണ്. അതിനാൽ ഇന്ന് തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം ആഘോഷിക്കുക, ആദരിക്കുക യേശുവിൻ്റെ ശരീരത്തിലെ ഒരു ഭാഗത്തെയല്ല. നാം ആഘോഷിക്കുന്നത് ഈശോയുടെ മുഴുവൻ വ്യക്തിത്വത്തെയാണ്, ഈശോയുടെ അനന്തമായ സ്നേഹത്തെയാണ്. ഫ്രഞ്ച് എഴുത്തുകാരൻ ജീൻ റിച്ച്മൻ്റെ മനോഹരമായ ദ സോങ് ഓഫ് ദ ഹാർട്ട് എന്ന പഴയ ഒരു കഥയുണ്ട്. ഈ കഥയുടെ പ്രമേയം ഇത്രമാത്രമാണ്: യുവത്വത്തിൽ ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലേർപ്പെടുന്ന മകൻ. ഈ പെൺകുട്ടി ഈ യുവാവിനോട് ചോദിക്കുന്നുണ്ട്, നീ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്നെയോ നിന്റെ അമ്മയെയോ? എന്നെയാണെങ്കിൽ നിന്റെ അമ്മയുടെ ഹൃദയം പറിച്ച് എനിക്ക് തരിക. ഈ മകൻ തൻ്റെ അമ്മയുടെ ഹൃദയവും പറിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തിൻ്റെ പക്കൽ, സ്നേഹിതയുടെ പക്കലേക്ക് ഓടിയെടുക്കുന്നു. യാത്രാമധ്യേ കല്ലിൽ തെറ്റി ഹൃദയം തെറിച്ചു പോകുന്നു. ഈ മകൻ താഴെ വീഴുന്നു. അപ്പോഴും താഴെ വീണ ഹൃദയം നൊമ്പരപ്പെട്ടുകൊണ്ട് ഈ മകനോട് ചോദിക്കുന്നു, മകനെ, നിനക്ക് വേദനിച്ചോ? ഇത് യഥാർത്ഥ കഥയോ അല്ലയോ എന്നത് പ്രസക്തമല്ല. എന്നിരുന്നാലും ഈ കഥ നമ്മോട് വലിയൊരു സന്ദേശം പങ്കുവയ്ക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഈശോയെ മുറിവേൽപ്പിച്ചിട്ടും അവിടുത്തെ സമീപനം പ്രതികാരമല്ല, ക്ഷമയായിരുന്നു. അവിടുത്തെ സമീപനം ഒറ്റപ്പെടുത്തലല്ല, ഓടിയകലല്ല, മറിച്ച് സ്നേഹമായി. ഈ തിരുഹൃദയ തിരുനാൾ നമ്മോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്നാമതായി, എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നത് ഈശോയാണോ അതോ മറ്റെന്തെങ്കിലും ശക്തികളാണോ? രണ്ടാമതായി, എന്നെ ക്ഷമിച്ച ദൈവത്തെ പോലെ ഞാൻ ക്ഷമിക്കുവാൻ വിസമ്മതിക്കുന്ന ഏതെങ്കിലും മനുഷ്യർ എൻ്റെ ജീവിതത്തിലുണ്ടോ? മൂന്നാമതായി, മറ്റുള്ളവർ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ യേശുവിൻ്റെ പ്രതിബിംബം ഇവിടെ ദർശിക്കുവാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ഈ തിരുനാളിലൂടെ ഈശോ നമ്മോട് പറയുന്നത് എൻ്റെ ഹൃദയത്തെ ആദരിക്കുക, ആരാധിക്കുക ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്, മറിച്ച് എൻ്റെ ഹൃദയത്തെ പോലെ നിങ്ങളുടെ ഹൃദയവും പരിവർത്തനം ചെയ്യണം. സ്നേഹിക്കുന്ന ഹൃദയം, മുറിവേൽക്കുന്ന ഹൃദയം, മറ്റുള്ളവർക്കായി നൽകുന്ന ഹൃദയം, പാപികളെ കാത്തിരിക്കുന്ന ഹൃദയം. അതുകൊണ്ട് തന്നെയാവണം ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദാവീദ് പുതിയൊരു അവയവമല്ല ചോദിച്ചത്, മറിച്ച് പുതിയൊരു ഹൃദയം, ഞാനൊരു പുതിയ മനുഷ്യനാകട്ടെ. ഇതായിരുന്നു ദാവീദിൻ്റെ പ്രാർത്ഥന. ഇതുതന്നെയാകട്ടെ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയും ആഗ്രഹവും. എല്ലാവർക്കും തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും.